ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് കറിയായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ സോയ ചങ്ക്സ് തിളപ്പിച്ചെടുക്കുക. 1.5 വലിയ ഗ്ലാസ് സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കണമെന്നില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീയ് നന്നായിട്ട് കുറച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കടലമാവ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചസ്വാദ് മാറണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കിയത്. അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സവാള നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു പാകം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുറച്ച് ഉപ്പ് ചേർക്കും വേഗം വഴറ്റാനായിട്ട്. ഞാൻ അങ്ങനെ ഉപ്പൊന്നും ഈ സമയത്ത് ചേർക്കാറില്ല. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 തക്കാളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന ആ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും വഴറ്റിയിട്ട് ഈ എണ്ണ തെളിയണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. കുറച്ച് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയ ചങ്ക്സ് 2-3 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തതാണ്. കഷ്ണങ്ങളാക്കിയിട്ടാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സോയ ചങ്ക്സ് നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി അരച്ച് വെച്ച് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് മോറി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മസാലയൊക്കെ ഈ സോയ ചങ്ക്സിൽ പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. തീയെ കുറച്ച് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.